ശരത്ത്, ഇന്നലെ വൈകിട്ട് ഏകദേശം 7 മണിയോട് കൂടിയാണ് ഈ വാർത്തകൾ, ഈ കൊലപാതക പരമ്പരയുടെ വാർത്തകൾ, നടക്കുന്ന വാർത്തകൾ നമ്മൾ അറിയുന്നത്. അത് പ്രതി അഫാൻ നേരിട്ട വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിനോട് കൺഫസ് ചെയ്യാണ്, ഇത്തരം കാര്യങ്ങൾ ഞാൻ ചെയ്തു, 6 പേരെ വെട്ടിയിട്ടുണ്ട്, 6 പേര് മരിച്ചു കാണും എന്നുള്ളത് തന്നെയാണ്. പോലീസ് എല്ലാ വിവരങ്ങളും ഈ കൊലയാളിയിൽ നിന്ന്, പ്രതിയിൽ നിന്ന് രേഖപ്പെടുത്തിയ ശേഷം അയാളെ അവിടെ സ്റ്റേഷനിലേക്ക് തന്നെ, കാരണം അങ്ങനെ ഒരാളെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നത് ഒട്ടും സേഫ് ആയിട്ടുള്ള കാര്യമല്ല. സ്വാഭാവികമായും സംഭവിച്ചിരിക്കാൻ ഇടയുള്ളതാണ്. നേരത്തെ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതിലുമുണ്ട്. അവിടെ നിന്ന് പോലീസ് സംഘങ്ങൾ ഈ പ്രതി പറയുന്ന 3 സ്ഥലങ്ങളിലേക്ക്, അയാളുടെ വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ അപ്പുറത്തുള്ള മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഈ പ്രതിയുടെ പേരുമലയിലെ വീട്ടിൽ നിന്ന് 9 കിലോമീറ്റർ അകലെയുള്ള പിതാവിന്റെ സഹോദരന്റെ വീട്ടിലേക്ക്, അവിടെയും 2 പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഭാഗത്തേക്കൊക്കെ പോയി ഇയാൾ പറഞ്ഞത് ഓരോന്നും അങ്ങനെയാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഈ പ്രതിയുടെ വീട്ടിൽ സ്വാഭാവികമായും അനുജന്റെ മൃതദേഹം കണ്ടു, അമ്മയെയും കണ്ടു. 3 പേര് എന്ന് പറയുന്ന നിലയിൽ ഇയാൾ 3 പേരെയാണ് അവിടെ വെച്ച് കൊലപ്പെടുത്തിയതാണല്ലോ ആ ഘട്ടത്തിൽ പറയുന്നത്. പോലീസ് അങ്ങനെ മുകളിലത്തെ നിലയിലേക്ക് പോയി. അതെ, പോലീസ് അങ്ങനെ നാട്ടുകാർക്ക് അങ്ങനെ ഒരു വിവരമേ ഇല്ല, കാരണം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനൊന്നും. അവസാനം പോലീസ് മുകളിലത്തെ നിലയിലേക്ക് ചെന്നപ്പോൾ ഈ പ്രതി പറഞ്ഞത് ശരിയാകുന്നു. അങ്ങനെ ഓരോ ഭാഗത്തു നിന്നും പോകുന്ന പോലീസ് സംഘത്തിന് കിട്ടുന്നത് ഈ പ്രതി സ്റ്റേഷനിൽ വന്ന് പറയുന്ന കാര്യങ്ങൾ വസ്തുതയാണ്. ആ നിലയോടുകൂടിയാണ് ഈ കാര്യങ്ങൾ രാത്രിയോടുകൂടി പുറത്തു വരുന്നത്. അങ്ങനെ ഒരു പകല് മുഴുവൻ രാവിലെ 10 മണിക്ക് ആരംഭിച്ചതാണ്. ഒരു ചുറ്റികയും കൊണ്ട് വീട്ടിനകത്ത് തന്നെ മുത്തശ്ശിയുടെ വീട്ടിലേക്കാണ്, ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് അവരുടെ മുമ്പിൽ ഒരു ചുറ്റികയുമായി ഇങ്ങനെ ഒരു കൊലയാളി വീട്ടിനുള്ളിൽ തന്നെ ഇങ്ങനെ പരുവപ്പെട്ടു വന്നു എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ പറയുന്നതാണെങ്കിൽ പോലും സ്വാഭാവികമായി ഈ കാലത്തൊക്കെ പ്രതീക്ഷിക്കാവുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെ വീട്ടിൽ അമ്മയോടോ ഉമ്മയോടോ പണം ചോദിക്കുന്നു. ഇത്രയൊക്കെ നമുക്ക് വീടുകളിൽ കാണുന്ന കാര്യമാണ്. പക്ഷെ അതില്ല എന്ന് വരുമ്പോൾ പിന്നെ അങ്ങ് അക്രമാസക്തനാവുകയാണ്. അതൊരു ഭാഗത്ത് നടക്കുന്നു. ആ ഇളയ അനുജന്റെ കാര്യത്തിൽ ആലോചിച്ച് നോക്കൂ. അവൻ വീട്ടിൽ വന്ന് കാത്തു നിൽക്കാൻ പറയുന്നു. അവനെ കൊണ്ടുപോയി ഭക്ഷണം മേടിച്ചു കൊടുത്ത് വീട്ടിനുള്ളിൽ കയറ്റി വളരെ ബ്രൂട്ടലായി കൊലപ്പെടുത്തുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഷീജ മെഡിക്കൽ കോളേജിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഷീജയിലേക്കൊന്ന് പോകാം. ഷീജ, ഏതായാലും ഷീജ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണല്ലോ ഉള്ളത്. തുടർ നടപടികൾ, പോസ്റ്റ്മോർട്ടം നടപടികൾ എങ്ങനെയാണ്? അതുപോലെ പ്രദേശത്ത് ഈ സ്പോട്ടിൽ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയായി മൃതദേഹങ്ങൾ ഇവിടേക്ക് മാറ്റിയോ? എങ്ങനെയൊക്കെയാണ് ആ കാര്യങ്ങൾ? ശരത്ത്, ഏതായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ആരംഭിക്കുന്നതാണ്. കാരണം വീട്ടില്, അതായത് പെരുമലയിലെ വീട്ടിൽ ഇൻക്വസ്റ്റ് നടപടികൾ അവിടെ നിന്നും ഉള്ള മറ്റു പരിശോധനകൾ കൂടി പോലീസിന് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനപ്പുറം എൽസൽപുരത്ത് 2 മൃതദേഹങ്ങൾ, അത് അഫാന്റെ ഉപ്പയുടെ സഹോദരനും ഭാര്യയുമാണ്. അവരുടെ ഇൻക്വസ്റ്റ് നടപടികൾ കൂടി പൂർത്തിയാക്കിയ ശേഷം അവരുടെ മൃതദേഹം ഇവിടെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എല്ലാവരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ അതിനുശേഷം മാത്രമായിരിക്കും ഇവിടെ ആരംഭിക്കുക. ഇപ്പോൾ പ്രതി അഫാനും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെയാണുള്ളത്. കഴിഞ്ഞ ദിവസം ഇയാൾ ഇത്രയും അതിക്രൂരമായിട്ടുള്ള നാടിനെ നടുക്കുന്ന കൊലപാതകങ്ങൾ ചെയ്തതിനു ശേഷം അവിടുത്തെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും താൻ ഇങ്ങനെ 6 പേരെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എത്തുമ്പോൾ താൻ വിഷം കഴിച്ചിട്ടുണ്ട് എന്നുകൂടി പോലീസിനോട് പറയുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉടൻ തന്നെ പ്രതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ ഏതായാലും അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ പ്രതിക്ക് ഇല്ല എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അപകടനില ഒന്നും തന്നെയില്ല. അതെല്ലാം ഇന്നലെ രാത്രിയോട് തന്നെ തരണം ചെയ്തിരുന്നു. ഒപ്പം തന്നെ പക്ഷേ എപ്പോൾ ഇവിടെ നിന്നും പോലീസ് സംഭവ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതിൽ ഇപ്പോഴും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. അത് അല്പസമയത്തിനകം അറിയാൻ സാധിക്കും. ഏതായാലും പ്രതിയുടെ ആരോഗ്യനില സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ആശങ്കയുമില്ല. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഇവിടെ മജിസ്ട്രേറ്റ് എത്തുകയും പ്രതിയിൽ നിന്നുള്ള മൊഴി രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതും ഇതുമായി ബന്ധപ്പെട്ട് ഈ കൊലപാതകങ്ങളൊക്കെ താനാണ് ചെയ്തത് എന്നുള്ള കാര്യം പ്രതി തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം പ്രതിയാണ് ഈ രീതിയിൽ അവിടെ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും അവിടെ താൻ ഇത്രയും കൊലപാതകങ്ങൾ ചെയ്തു എന്നുള്ള കാര്യം ഒക്കെ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് തന്നെ തുടർ പരിശോധന നടത്തുമ്പോൾ, അതായത് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുമ്പോൾ 3 സ്റ്റേഷൻ ലിമിറ്റിലായിട്ടാണ് ഈ കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 സ്റ്റേഷൻ ലിമിറ്റിലും വിളിച്ച് അതിൻ്റെതായിട്ടുള്ള അന്വേഷണം പോലീസ് വേഗത്തിൽ നടത്തുമ്പോൾ കൃത്യമായ രീതിയിൽ ഈ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്
എന്നുള്ളത് കൂടിയാണ്. എന്തായാലും നാടിനെ നടുക്കുന്ന ഒരു കൊലപാതക പരമ്പര തന്നെയാണ് കഴിഞ്ഞ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഈ പ്രതി അഫാൻ നടത്തിയിരിക്കുന്നത്. കേവലം 23 വയസ്സ് പ്രായം മാത്രമാണ് അഫാൻ ഉള്ളത് എന്നുള്ളതാണ് ഏവരെയും ഞെട്ടിക്കുന്നത്. ഏതായാലും പോലീസ് ഇപ്പോൾ ഇവിടെ പോലീസ് കാവലടക്കം ഈ പ്രതിക്ക് ഇവിടെ ആശുപത്രിയിലുണ്ട്. നിലവിൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഈ പ്രതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നതും പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള സാധ്യതകൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ആ രീതിയിൽ പോലീസ് കൂടുതൽ ജാഗ്രതയോടുകൂടി ഇവിടെ മെഡിക്കൽ കോളേജിലും ഉള്ളത്. ഏതായാലും ഇൻക്വസ്റ്റ് നടപടികൾ ഈ മരണപ്പെട്ടവരുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് തന്നെ അവരുടെ മൃതദേഹം കൂടി ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് തന്നെ എത്തിക്കുന്നതായിരിക്കും. തുടർന്നായിരിക്കും അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇവിടെ മെഡിക്കൽ കോളേജിൽ ആരംഭിക്കുക. ശരത്, വിനിഷ. ഷീജ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ. എന്താണ് കൊലയ്ക്ക് പിന്നിലെ കാരണമെന്ന് പ്രതി പോലീസിനോട് കൺഫേസ് ചെയ്യുന്നത് സാമ്പത്തിക ബാധ്യത എന്നാണ്. പക്ഷേ കുടുംബ പ്രശ്നങ്ങളെന്ന് പറയുന്നു. പിതാവിനോടൊക്കെ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയൊക്കെ സംസാരിച്ചപ്പോൾ പിതാവ് പറയുന്നു അത്തരത്തിലൊരു കുടുംബ പ്രശ്നമോ അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതയോ തങ്ങൾക്കില്ല. പിന്നെ എന്താണ് ഈ കൊലയ്ക്ക് പിന്നിൽ എന്നൊരു കാരണമുണ്ടാകുമല്ലോ എന്തായാലും. കാരണം നാട് നീളെ ഓടി നടന്ന് രക്തബന്ധത്തിലുള്ള 6 പേരെ ഇത്തരത്തിൽ ക്രൂരമായി കൊല ചെയ്യണമെങ്കിൽ എന്തായാലും അതിന് പിന്നിൽ ഒരു വ്യക്തമായ കാരണമുണ്ടാകും. ആ കാരണത്തെക്കുറിച്ച് പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ നമുക്ക് നൽകുന്നുണ്ടോ? നിലവിലേതായാലും ഈ പ്രതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന് നൽകുന്ന മൊഴി എന്ന് പറയുന്നത് താൻ തൻ്റെ അതായത് പിതാവിൻ്റെ ഉമ്മയുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഉമ്മയുടെ മക്കൾ ഒരു മാലയുണ്ടായിരുന്നു. ആ മാല താൻ ചോദിച്ചിരുന്നു. പക്ഷേ മാല തനിക്ക് നൽകിയില്ല. അവരുടെ മകൻ ലത്തീഫിനാണ് അവർക്ക് വളരെ പ്രിയപ്പെട്ടത്. ആ ലത്തീഫിന് മാല കൊടുത്തു എന്നുള്ളത് ഇന്നലെ ചെല്ലുമ്പോൾ മനസ്സിലാകുന്നു. ഇതിൻ്റെ വിദ്വേഷത്തിൽ ഈ മാല ഉപയോഗിച്ചുകൊണ്ട് തനിക്ക് പണം ആവശ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി ഉപയോഗിക്കാനാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ മാല തരാതെ അവരുടെ മകനാണ് മാല കൊടുത്തത്. അതിന്റെ വൈരാഗ്യത്തിൽ അമ്മുമ്മയെ വെട്ടുന്നു. അതിന് തൊട്ടു പിന്നാലെ ഈ മകന്, അതായത് ഈ അഫാന്റെ പിതാവിന്റെ സഹോദരനാണ് ലത്തീഫും ലത്തീഫിന്റെ ഭാര്യയും താമസിക്കുന്ന എസ് എൽ പുരത്തേക്ക് എത്തുന്നു. എസ് എൽ പുരത്തെത്തി അതിനുശേഷം ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തുന്നു. പക്ഷേ ഈ പ്രണയിച്ച പെൺകുട്ടിയെ എന്തിനാണ് കൊലപ്പെടുത്തിയത് എന്നത് സംബന്ധിച്ചും ഈ അഫാൻ പോലീസിന് നൽകുന്ന മൊഴി എന്ന് പറയുന്നത് അതായത് അഫാൻ ഉണ്ടെങ്കിൽ മാത്രമേ താൻ ജീവിക്കൂ എന്ന തരത്തിൽ ഒരു നിലപാടെടുത്തു. അതേ തുടർന്നുള്ള പ്രകോപനത്തിലാണ് ഈ പെൺകുട്ടിയെ താൻ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസിനോട് പറയുന്നത്. പക്ഷേ പോലീസ് ഈ പറയുന്നത് പോലെ തന്നെ അഫാന്റെ മൊഴി ആ രീതിയിൽ സ്വീകാര്യമല്ല. കാരണം ഒരു സമയത്ത് അഫാൻ പറയുന്നത് അല്പസമയം കഴിയുമ്പോൾ മാറ്റി പറയുന്ന ഒരു നിലപാടാണ് അഫാൻ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അഫാനെ ആ രീതിയിൽ അഫാൻ പറയുന്ന കാര്യങ്ങൾ വിശ്വാസയോഗ്യമല്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ഈ 3 വീടുകൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ഫോൺ സംഭാഷണങ്ങൾ, ഫോൺ മെസ്സേജുകൾ അടക്കം പരിശോധിച്ചുകൊണ്ടും ആ രീതിയിലുള്ള അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോവുക കൂടിയാണ്. അതുകൊണ്ട് അതിലൊരു വ്യക്തത ഇനിയും കൈവരേണ്ടത്. എന്താണ് ഈ മരണ കാരണം എന്ന്, ഈ കൊലപാതകത്തിലേക്ക് പ്രതിയെ എത്തിച്ചത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത ഇനിയും കൈവരിക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് ഏതായാലും പോലീസ് സമഗ്രമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെയാണ്.